വാർഡ് അംഗമായാൽ വാഗ്ദാനം മാത്രം പോരാ, വോട്ട് നൽകിയവരോട് വാക്ക് പാലിക്കുകയും വേണം. ഇതാണ് അങ്ങാടിപ്പുറം പഞ്ചായത്തിലെ പിച്ചാണിപ്പറമ്പ് വാർഡ് അംഗമായ ഷബീർ മഞ്ഞാമ്പ്രയുടെ പോളിസി. വോട്ട് ചോദിച്ചു ചെന്നപ്പോൾ വാർഡിലുള്ളവർ ആവശ്യപ്പെട്ട റോഡിനു വേണ്ടി സ്വന്തം ബൈക്ക് വിൽക്കാൻ ഒരുങ്ങുകയാണ് ഈ പഞ്ചായത്ത് അംഗം. 35 വർഷമായുള്ള ഒരു പ്രദേശത്തിന്റെ റോഡ് എന്ന ആവശ്യം നിറവേറ്റുകയാണ് ഇപ്പോൾ ഷബീറിന്റെ ലക്ഷ്യം. ബൈക്ക് വിൽക്കുന്നുവെന്ന് ഫേസ്ബുക്കിൽ ഫോട്ടോ സഹിതം കുറിപ്പിട്ടതോടെ സഹായ വാഗ്ദാനവുമായി നിരവധി പേർ ഷബീറിനെ ഇപ്പോൾ ബന്ധപ്പെടുന്നുണ്ട്. കുറുപ്പൂർ ശ്രദ്ധയിൽപ്പെട്ട മഞ്ഞളാംകുഴി അലി MLA സ്ഥലമായാൽ റോഡ് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തിത്തരാമെന്ന് ആ കുറിപ്പിന് മറുപടിയും നൽകിയിട്ടുണ്ട്. ഒരുപാട് വർഷക്കാലം ഇടതു ഭരിച്ചിരുന്ന ഈ ഒരു പ്രദേശത്ത് ഈ കുറഞ്ഞ സമയം കൊണ്ട് ഇവർക്ക് ഈ റോഡ് കൊണ്ടുവരാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷമുണ്ട്. അതിന് എന്റെ ബുള്ളറ്റ് കൊടുക്കുന്നു എന്നുള്ളത് കുറച്ച് സങ്കടം ഉണ്ടെങ്കിൽ പോലും ഒരുപാട് പാവപ്പെട്ടവർക്ക് വേണ്ടിയാണല്ലോ എന്നുള്ളത് ആലോചിക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട്. ഒരുപാട് വർഷമായിട്ട് ഞങ്ങൾക്ക് വഴിയില്ല. ഞങ്ങൾ കുറെ എല്ലാവരോടും പറഞ്ഞു മടുത്ത കാര്യമാണ്. പല ആൾക്കാരും ഞങ്ങൾക്ക് വഴി തരാന്ന് പറഞ്ഞിട്ട് വാഗ്ദാനം തന്നായിരുന്നു. പിന്നെ അവര് ഈ വഴിക്ക് വരാറില്ല. പിന്നെ ആ കുട്ടി വന്നപ്പോഴാണ് ഞങ്ങൾക്ക് വഴിയുടെ കാര്യം തീരുമാനമായത്. അവൻ ജയിച്ചാലും തോറ്റാലും ഞങ്ങൾക്ക് വഴി വാങ്ങിത്തരാന്ന് അവൻ പറഞ്ഞു. അവൻ വാക്ക് പാലിച്ചു. പക്ഷെ അവന്റെ വണ്ടി വിറ്റിട്ടാണ് ഞങ്ങൾക്ക് വഴി വാങ്ങി തരുന്നേന്ന് പറഞ്ഞപ്പോ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്. അവനും ഭാര്യയും കുട്ടികളും കുടുംബം എല്ലാതും ഉള്ളതല്ലേ. അപ്പൊ ഞങ്ങൾക്ക് ഇങ്ങനെ ഒരു കാര്യം ആ കുട്ടി ചെയ്യുമ്പോ ഞങ്ങൾക്ക് അതിൽ നല്ല സങ്കടമുണ്ട്. ഇംതിയാസ് കരീമാണ് നമ്മുടെ കൂടെ ഉള്ളത്. ഇംതിയാസ്, ഇത് ശരിക്കും 2 വശത്തോടി ചിന്തിക്കാമല്ലോ. ഒന്ന്, ഒരു വാർഡ് അംഗം അദ്ദേഹത്തിന്റെ ജനങ്ങൾക്ക് കൊടുക്കുന്ന ഒരു ഉറപ്പ് അത് നടപ്പിലാക്കാൻ പോകുന്നു. ശരിയാണ്, ഓരോ ആളായാലും ഓരോ ജനപ്രതിനിധികളും അത് തന്നെയാണ് വേണ്ടത്. അപ്പോൾ വർഷങ്ങളായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അതിനു വേണ്ടിയിട്ട് അദ്ദേഹം ഇപ്പോൾ ചെയ്യുന്നത് മാതൃകാപരമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. ശരിയാണ്. പക്ഷേ അടുത്ത വശം എന്ന് പറയുന്നത് വർഷങ്ങളായിട്ട് അവിടെ റോഡില്ല എന്നുള്ളതാണ്. പലപ്പോഴും അവിടെയുള്ളവർ പരാതി പറഞ്ഞിട്ടുണ്ട്. ആ ജനങ്ങളൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടാൽ തന്നെ അറിയാം അവരുടെ ബുദ്ധിമുട്ട് എത്രത്തോളമാണ് എന്നുള്ളത്. എത്രയോ കാലം മുമ്പേ പരിഹരിക്കേണ്ട ഒരു വിഷയമാണ്. അതിനാണ് ഒരു മനുഷ്യൻ കഷ്ടപ്പെട്ട് നേടിയെടുത്ത ഒരു ബൈക്ക് വിൽക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് വരുന്നത്. അതുണ്ടാകാൻ പാടില്ലാത്തതാണ്. ഇനിയെങ്കിലും പ്രശ്നം പരിഹരിക്കാൻ വേണ്ടിയിട്ട് കൃത്യസമയത്ത് ഇടപെടേണ്ടതായിട്ടുമുണ്ട്. ഈ തദ്ദേശ തിരഞ്ഞെടുപ്പിന്റെ സമയത്തൊക്കെ സ്ഥാനാർത്ഥികൾ ഓരോ സ്ഥലങ്ങളിലും പോകുമ്പോൾ ആളുകളെയൊക്കെ കാണുമ്പോൾ പല കാര്യങ്ങളും വാഗ്ദാനം ചെയ്യും. പക്ഷേ നമ്മൾ പലപ്പോഴും ഇങ്ങനെ ഈ വാഗ്ദാനം ചെയ്യുന്ന പല കാര്യങ്ങളും ഈ മെമ്പർമാർക്ക് ഒരുപക്ഷെ നിറവേറ്റി കൊടുക്കാൻ പറ്റാറില്ല. എന്നാൽ അടുത്ത തിരഞ്ഞെടുപ്പ് വരുന്ന സമയത്ത് അന്ന് പറഞ്ഞ കാര്യം ചെയ്തില്ലല്ലോ, അതുകൊണ്ട് ഞങ്ങൾ വോട്ട് തരില്ല എന്നൊക്കെ പറയുന്ന സംഭവങ്ങളൊക്കെ നമ്മൾ നിരവധി കണ്ടിട്ടുണ്ട്. ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് നമ്മളത് കണ്ടു. പക്ഷേ പറഞ്ഞ കാര്യം ഉടനെ തന്നെ പൂർത്തീകരിക്കാൻ പോവുകയാണ് അങ്ങാടിപ്പുറം പിച്ചാണിപ്പറമ്പിലെ വാർഡ് മെമ്പറായിട്ടുള്ള ഷബീർ ഈ തിരഞ്ഞെടുപ്പ് കാലത്ത് വോട്ട് ചോദിക്കാൻ മുണ്ടക്കൽ എന്ന പ്രദേശത്തൊക്കെ പോയിരുന്നു. അവിടെ ഒരു 10ഓളം കുടുംബങ്ങൾ റോഡില്ലാതെ ബുദ്ധിമുട്ടുന്നുണ്ട്. ആ സമയത്ത് അവിടെ വോട്ട് ചോദിക്കാൻ ചെന്ന സമയത്താണ് അവിടെയുള്ള ആളുകളൊക്കെ പറഞ്ഞത്, കുറെ ആളുകൾ ഞങ്ങളെ ഈ റോഡ് നന്നാക്കി തരാമെന്നൊക്കെ പറഞ്ഞ് പറ്റിച്ചിട്ടുണ്ട്, അതുകൊണ്ട് ഞങ്ങൾക്ക് വിശ്വാസമില്ല, വോട്ട് ചെയ്യില്ല എന്നായിരുന്നു പറഞ്ഞിരുന്നത്. ആ സമയത്ത് തന്നെ ഷബീർ നൽകിയ മറുപടി, ഞാൻ ഈ തിരഞ്ഞെടുപ്പിൽ ജയിച്ചാലും തോറ്റാലും എങ്ങനെയായാൽ പോലും നിങ്ങൾക്കുള്ള റോഡ് ഇവിടെ യാഥാർത്ഥ്യമാക്കി തരുമെന്നൊരു ഉറപ്പ് നൽകിയിരുന്നു. അവിടെ ആ വാർഡിൽ ഷബീർ ജയിക്കുകയും ചെയ്തു. എന്നാൽ ഇപ്പോൾ ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അവിടെ റോഡ് യാഥാർത്ഥ്യമാക്കാനുള്ള ഒരു നടപടിയുമായിട്ട് ഷബീർ മുന്നോട്ട് പോവുകയാണ്. ഇതിന്റെ ഭാഗമായി ഈ അവിടെ 2.5 സെന്റ് സ്ഥലമെങ്കിലും അവിടെ റോഡ് ഉണ്ടാക്കാൻ വേണ്ടി ആവശ്യമുണ്ട്. അതിൽ കുറച്ചു ഭാഗം അവിടെയുള്ള റഫീഖ് എന്ന് പറയുന്ന പ്രദേശത്തുള്ള റഫീഖ് എന്ന് പറയുന്ന ആള് കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ബാക്കി സ്ഥലത്തിന് വേണ്ടി 3 ലക്ഷം രൂപ കൂടെ കാണണം. അതിനുവേണ്ടി തന്റെ കൂടെ 6 വർഷമായുള്ള ഒരു ആ ബുള്ളറ്റ് അദ്ദേഹം ഷബീർ വിൽക്കാൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഫോട്ടോ സഹിതം അത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഒരു റോഡിന് വേണ്ടിയിട്ടാണ്, അതുകൊണ്ട് ഇത് വിൽക്കുന്നു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. എന്നാൽ പിന്നീട് സംഭവിച്ചത്, കുറെ ആളുകൾ ഇത് വലിയ പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ട് പലർക്കും ഷബീറിനോടൊരു ഇഷ്ടം തോന്നിയിട്ടൊക്കെ പലരും സഹായ വാഗ്ദാനങ്ങളുമായിട്ട് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ആ റോഡ് യാഥാർത്ഥ്യമാക്കാൻ ഒരുപാട് ആളുകൾ ഒരുമിച്ച് ചേരുന്നു എന്നൊരു സവിശേഷത കൂടെയുണ്ട്. അതിനൊപ്പം തന്നെ ഈ മഞ്ഞളാംകുഴി അലി MLA ഇപ്പോൾ അതിന്റെ ഈ സ്ഥലം കിട്ടിക്കഴിഞ്ഞാൽ, സ്ഥലം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ബാക്കി റോഡ് നിർമ്മാണത്തിനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാമെന്ന് മഞ്ഞളാംകുഴി അലിയും പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെ ആ 10 കുടുംബങ്ങൾക്ക് അവിടെ റോഡ് യാഥാർത്ഥ്യമാകാൻ പോകുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അതിന് ഷബീർ മുന്നിട്ടിറങ്ങി താൻ പറഞ്ഞ കാര്യം മെമ്പർ ആകുമ്പോൾ തന്നെ ഉടനെ തന്നെ ചെയ്യാമെന്ന അദ്ദേഹത്തിന്റെ നിശ്ചയദാർഢ്യം, അതുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. എന്തായാലും അദ്ദേഹത്തിന് ഇഷ്ടപ്പെട്ട ഒരു ബുള്ളറ്റ് വിൽക്കാൻ പോവുകയാണ്. എന്നാൽ ആ ബുള്ളറ്റ് വിൽക്കുന്ന സമയത്തും താൻ പറഞ്ഞ കാര്യം നിറവേറ്റാൻ പറ്റിയല്ലോ എന്നൊരു സന്തോഷം തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്.